നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മൗറിത്താനിയക്കെതിരെ 2-1 വിജയം നേടിയ അർജന്റീന സാംബിയക്കെതിരെ കളിക്കാനിറങ്ങിയാണ്. ചൊവ്വാഴ്ചയാണ് സാംബിയക്കെതിരെയുള്ള കളി. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 4:45 അർജന്റീന വേഴ്സസ് സാംബിയ മത്സരം. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പുലർച്ചെ അർജന്റീന മറ്റൊരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുണ്ട്. മറ്റൊരു ഫ്രണ്ട്ലി മത്സരം എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ അണ്ടർ 20 ടീമുമായിട്ട് അർജന്റീനയുടെ സീനിയർ ടീം കളിച്ചു. ഒരുപാട് മാറ്റങ്ങളോടെയാണ് സ്കലോനി സ്ക്വാഡ് ഇറക്കിയത്. അതായത് മൗറിത്താനിയക്കെതിരെ കളിച്ച ആദ്യ 11-ൽ നിന്ന് നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. സാംബിയക്കെതിരെ ഈ മാറ്റങ്ങൾ അദ്ദേഹം കളിക്കളത്തിൽ വരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സി ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ആബ്സെൻ്റ് ആയിരുന്നു. മൗറിത്താനിയക്കെതിരെ അദ്ദേഹം സെക്കൻഡ് ഹാഫ് മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കളിയിൽ എസൈസ കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ അണ്ടർ 20 ടീമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയുടെ സീനിയർ ടീം പരാജയപ്പെടുത്തി. ഗോളടിച്ചത് ഹോസെ ലോപ്പസ് ആയിരുന്നു. ഇതൊരു സൗഹൃദ മത്സരം, ഫ്രണ്ട്ലി മത്സരം എന്നതിനുപരി ഒരു പ്രാക്ടീസ് സെഷൻ അങ്ങനെ കണ്ടാൽ മതി. ഏതായാലും കളി നടന്നു. ഈ കളി നടന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ മെസ്സി ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞു. പക്ഷേ മെസ്സി ചൊവ്വാഴ്ച സാംബിയക്കെതിരെയുള്ള കളിയിൽ കളിക്കും എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഒരുപാട് മാറ്റങ്ങൾ സാംബിയക്കെതിരെ വരുത്തും. അതിൻ്റെ ഒരു പരീക്ഷണശാല എന്ന രൂപത്തിലാണ് ഈ അണ്ടർ 20 ടീമിനെതിരെയുള്ള കളി സ്കലോനി എടുത്തത്. ജെറോണിമോ റുള്ളി അണ്ടർ 20 ടീമിനെതിരെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണല്ലോ മൗറിത്താനിയക്കെതിരെ കളിച്ചത്. അപ്പോൾ അണ്ടർ 20 ടീമിനെതിരെ ജെറോണിമോ റുള്ളി ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാൻ മുസയേക്കാൾ കൂടുതൽ സാധ്യത സാംബിയക്കെതിരെ റുള്ളി ഇറങ്ങാനാണ്. നിക്ലാസ് ഓട്ടോമെൻറ്റിയും നിക്ലാസ് ടാഗ്ലിയാഫിക്കോയും സാധാരണ ടീമിൻ്റെ സ്റ്റാർട്ടേഴ്സാണ്. പക്ഷേ മൗറിത്താനിയക്കെതിരെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാംബിയക്കെതിരെ അവർ ഇറങ്ങും എന്നാണ് എല്ലാ സൂചനകളും ലഭിക്കുന്നത്. സാറ്റർഡേയിലെ, അതായത് ഇന്നലത്തെ പ്രാക്ടീസ് മത്സരത്തിൽ അഗസ്റ്റിംഗിയ പുതുതായിട്ട് സ്ക്വാഡിലേക്ക് എത്തിയ ആളാണ്. അതുപോലെ ലൂക്കാസ് മാർട്ടിനസ് കോട്ട അവർ ഡിഫൻസിൽ കളിക്കുകയുണ്ടായി. അപ്പോൾ ആ 2 പ്ലെയേഴ്സിനെ വിളിച്ചത് ഒന്ന് ഗോൺസാലോ മൊണ്ടീലിൻ്റെയും ലെനാർഡോ ബലേഡിയുടെയും പരിക്ക് കാരണമായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു. അവരുടെ പെർഫോമൻസ് എങ്ങനെ എന്ന് കോച്ച് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ലിയാൻഡ്രോ പെരേഡസ് നമ്മൾ മൗറിത്താനിയക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടില്ല. അദ്ദേഹം ഇപ്പോൾ സ്ക്വാഡിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാലന്റിൻ ബാർക്കോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്കലോനി പ്രസ് കോൺഫറൻസിൽ ഫസ്റ്റ് ഫ്രണ്ട്ലിക്ക് ശേഷം ഈ താരങ്ങളെ എടുത്ത് പറഞ്ഞതാണ്. ജിയാൻലൂക്ക പ്രസ്റ്റിയാനി ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് ഒരു പക്ഷേ മത്സരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പിന്നെ ഹുലിയാനോ സിമിയോണിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനും ഒരുപക്ഷെ സ്റ്റാർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പിന്നെ മെസ്സിയുടെ കാര്യത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്കലോനി ഒരു പക്ഷേ സാംബിയക്കെതിരെ കളിപ്പിച്ചേക്കും. അപ്പം നമ്പർ 9 ആരിറങ്ങും എന്നുള്ള ചോദ്യമുണ്ട്. ഹുലിയൻ ആൽവാരസ് ഇപ്പോൾ വീണ്ടും കളിക്കാൻ റെഡിയാണ്. എന്നാൽ ഫാൽക്കോ ലോപ്പസിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കോച്ചിനുണ്ട് എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് ഓൾട്ടർനേറ്റീവ് ജോക്കിം പണിഷലി ആയിരുന്നല്ലോ, അദ്ദേഹത്തിന് സീരിയസ്ലി ഇഞ്ചുറി പറ്റി സ്ക്വാഡിൽ നിന്ന് പുറത്തായിട്ടുമുണ്ട്. സോ നിക്കോബാസ് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ മൗറിത്താനിയക്കെതിരെയും സ്റ്റാർട്ട് ചെയ്തു, അണ്ടർ 20 ടീമിനെതിരെയും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരേ ഒരു കളിക്കാരൻ. അതേസമയം ഇസിക്കിയൽ പലാസിയോസ് സ്കലോനിയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇന്നത്തെ പ്രാക്ടീസ് മത്സരത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ, പക്ഷേ അർജന്റീനയിൽ ഇന്നലെ ആ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ യുവാൻ മുസോ, ഗബ്രിയൽ റോയസ്, തോമസ് പലാസിയോസ്, പിന്നെ മാക്സിമോ പെറോണ്, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, ഇങ്ങനെ അതുപോലെ സിമിയോണി എന്നിവരൊക്കെ പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്ക്വാഡിന് ഇന്ന് ഞായറാഴ്ച ഫ്രീ ഡേ കൊടുത്തിരിക്കുകയാണ്, ഓഫ് ഡേ കൊടുത്തിരിക്കുകയാണ്. മൺഡേ വീണ്ടും പ്രാക്ടീസ് ആരംഭിക്കും. ലാ ബൊംബനേറയിൽ സാംബിയക്കെതിരെയുള്ള മത്സരം, ആ കളി വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ മറ്റ് പ്രിപ്പറേഷൻ മാച്ചസ് ഒന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് മറ്റ് മത്സരങ്ങൾ അവർ കളിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.